ഗുഡ് മോർണിംഗ് എവരി വൺ. സോ ഇത് ടു ഐൽസിൻ്റെ സാമ്പിൾ ആൻസേഴ്സ് കമ്പയർ ചെയ്യുകയാണ്. ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറ്റിക്, നമ്മുടെ ക്യാരക്ടേഴ്സ് ജനറ്റിക്കിൻ്റെ ഇൻഫ്ലുവൻസ്ഡ് ആണോ അതോ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ഇൻഫ്ലുവൻസ്ഡ് ആണോ? രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് അത് കമ്പയർ ചെയ്യാം. സോ ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാം, പോസ് ചെയ്യുക, വായിക്കാം. സോ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ജസ്റ്റ് പോസ് ചെയ്തോ വായിച്ചോ. നെക്സ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പം അവർ പേഴ്സണാലിറ്റീസ് ആർ പ്രീ ഡിറ്റർമൈൻഡ്. സോ നമുക്ക് എപ്പോഴും വൊക്കാബുലറീസ് വേണം, അത് നമ്മൾ സെർച്ച് ചെയ്യണം. നമ്മൾ എപ്പോഴും സാമ്പിൾ വായിക്കുമ്പോഴും നമ്മുടെ ആ വൊക്കാബുലറീസിലായിരിക്കണം നമ്മുടെ കണ്ണ്. അവർ പേഴ്സണാലിറ്റീസ് ആർ പ്രീ ഡിറ്റർമൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് അവർ ജീൻസ് ബിഫോർ വി ആർ ബോൺ ആൻഡ് ദർ ഇസ് നത്തിങ് ദാറ്റ് ക്യാൻ ബി ഡൺ ടു ചേഞ്ച് അവർ ക്യാരക്ടർ ട്രേറ്റ്സ്. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി? സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഡു യു എഗ്രി, വാട്ട് എക്സ്റ്റെൻസ്, ഓക്കെ, എഗ്രി ഓർ ഡിസഗ്രി ടൈപ്പിൽ വരും. വാട്ട് എക്സ്റ്റെൻറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ജസ്റ്റ് ഒരു വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ആൻസർ ഒന്ന് കാണിച്ചു തരാം, ടൈം എടുത്ത് വായിക്കാം, അതിനുശേഷം എക്സ്പ്ലനേഷൻ. സോ ഇതാണ് എൻ്റെ ഒരു ആൻസർ. ഫൈൻ. ഇനി പ്രീ ഡിറ്റർമൈൻഡ്, അതിന് തന്നെയാണ് പ്രീ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ചേഞ്ച് ചെയ്ത് കണ്ടോ, വാട്ട് എക്സ്റ്റെൻസ് ഡു യു എഗ്രി. സോ നമുക്ക് എപ്പോഴും ഒരു കോമൺ ആയിട്ട് നമ്മൾ പാരഫ്രൈസ് ചെയ്യുന്നതിനേക്കാളും നമ്മളൊക്കെ ഒരു കോമൺ ആയിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് തിങ്ക് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മെനി പീപ്പിൾ ഹോൾഡ് ദിസ് ഒപ്പീനിയൻ ദാറ്റ്, ഓക്കെ, ഹോൾഡ് ദിസ് ഒപ്പീനിയൻ ദാറ്റ്, മെനി പീപ്പിൾ ഹോൾഡ് ദിസ് ഒപ്പീനിയൻ ദാറ്റ് അവർ ക്യാരക്ടർ ട്രേറ്റ്സ്. സോ നമുക്ക് ഇതിനെന്തൊക്കെയാവും വൊക്കാബുലറീസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ക്യാരക്ടർ ട്രേറ്റ്സ്, ഓക്കെ, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് അവർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ പ്രീ ഡിഫൈൻഡ്, കാരണം പ്രീ ഡിറ്റർമൈൻഡ് വന്നുകൊണ്ട് പ്രീ ഡിഫൈൻഡ് ത്രൂ ഹെറിഡിറ്ററി ബിഫോർ ബർത്ത്. അതിനെയാണ് ആക്ച്വലി നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ജീൻസ് ബിഫോർ വി ബോൺ എന്ന് പറയും. ജീൻസിന് പകരം നമ്മൾ എന്താക്കി? ഹെറിഡിറ്ററി ബിഫോർ ബർത്ത്. വി ആർ ബോൺ അവിടെ ബർത്ത് ആക്കി. ഓക്കെ, ജെനറ്റിക്സ് ബിഫോർ ബർത്ത്. സോ ഇതാണ് ഇവിടെ ഒരു പാരാഫ്രൈസിങ് ആണ്, ഹെറിഡിറ്ററി ബിഫോർ ബർത്ത്. സോ ഇവിടെ ചേഞ്ച് ഉണ്ടോ? ഈ ചേഞ്ചിൻ്റെ ഫോം ചേഞ്ച് ചെയ്തു. സോ ചേഞ്ചിങ് ദം ഈസ് സിംപ്ലി ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ചേഞ്ചിങ് ദം ഈസ് സിംപ്ലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. സോ നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം. നമുക്കിങ്ങനെ മനസ്സിലാക്കാം. മെനി പീപ്പിൾ ഹോൾഡ് ദിസ് ഒപ്പീനിയൻ ദാറ്റ്, ദെൻ ഡാഷ് മീൻസ് അവിടെ ഒരു പാരാഫ്രൈസ് ചെയ്യാം. സോ ചേഞ്ചിങ് ദം ഈസ് സിംപ്ലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ, നമുക്കത് നടക്കാൻ പറ്റില്ല. സോ ചേഞ്ചിങ് ദം ഈസ് സിംപ്ലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. So once again, many people hold this opinion that dash അവിടെ ക്വസ്റ്റ്യന്. സോ ചേഞ്ചിങ് ദം ഈസ് സിംപ്ലി ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇനി അവിടെ കണ്ടോ ഹൗവർ യൂസ് ചെയ്ത്, അത് ലിങ്കിങ് വേർഡാണ്. ഇനി ഇത് ഒരു പാർഷ്യൽ ഡിസഗ്രിമെൻ്റ് ആണ്, പാർഷ്യൽ എഗ്രി, അതായത് ന്യൂട്രൽ സ്റ്റാൻഡാണ് ഇവിടെ എടുക്കുന്നത്. ഹൗവർ ഐ ഡു നോട്ട് കംപ്ലീറ്റ് എഗ്രി വിത്ത് ദിസ് നോഷൻ. എന്നിരുന്നാൽ പോലും ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഐ ഡു നോട്ട് എഗ്രി. സോ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഐ ഡു നോട്ട് കംപ്ലീറ്റ്ലി എഗ്രി, ജസ്റ്റ് ഐ പാർഷ്യലി എഗ്രി എന്ന് പറഞ്ഞാൽ ഐ ഡു നോട്ട് കംപ്ലീറ്റ് എഗ്രി സെയിം തന്നെയാണ് മീനിങ്. സോ ന്യൂട്രൽ ഒപ്പീനിയൻ. സോ നിങ്ങൾക്ക് സെപ്പറേറ്റ് നോട്ട് ഉണ്ടാവണം. അതിനകത്ത് ന്യൂട്രൽ ആൻസർ എഴുതുമ്പം എഗ്രി ഓർ ഡിസഗ്രിയിലും ഐ ഡു നോട്ട് കംപ്ലീറ്റ്ലി എഗ്രി എന്നുള്ള ഒരു ആൻസർ അല്ലേ ഹൗവർ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, എപ്പോഴും ഇങ്ങനത്തെ ഒരു നോട്ട് ബുക്ക് കയ്യിൽ വേണം. ഹൗവർ ഐ ഡു നോട്ട് കംപ്ലീറ്റ് എഗ്രി വിത്ത് ദിസ് നോഷൻ. നോഷൻ എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ആയിട്ട് ഞാൻ, നോഷൻ എപ്പോഴും നമ്മൾക്ക് നല്ലതാണ് ഈ ഒരു വേർഡ് നോഷൻ. ബിക്കോസ് ഐ ബിലീവ് ജനറ്റിക് മേക്കപ്പ് ഈസ് നോട്ട് ഓൺലി ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ ഇൻഡിവിജ്വാലിറ്റി. ദിസ് എസ്സേ വിൽ ഫർദർ എക്സ്പ്ലെയിൻ മൈ ഐഡിയ ഈസ് ഇൻ ഡീറ്റെയിൽ. സോ however I do not completely agree with this notion because I believe genetic makeup. Genetic makeup എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഈ ജനറ്റിക് മേക്കപ്പ് അല്ലെങ്കിൽ അതിൻ്റെ വൊക്കാബുലറി സിനോണിയം ജീനോ ടൈപ്പ് എന്ന് പറയും. ജീൻ്റെ ഒരു കംപ്ലീറ്റ് ആണ്. ഓക്കെ, ജീനോ മീൻസ് ദ ഫുൾ സെറ്റ് ഓഫ് ജീൻസ് ഓഫ് ആൻ ഓർഗാനിസം. അപ്പോൾ ഫുൾ സെറ്റിനെയാണ് പറയുന്നത്, ഫുൾ സെറ്റ് ജീനെയാണ് പറയുന്നത് ജീനോ ടൈപ്പ് അല്ലെങ്കിൽ ജനറ്റിക് മേക്കപ്പ്. സോ ജനറ്റിക് മേക്കപ്പിൻ്റെ അവിടെ ഇനി എന്തോ എഴുതാം, ജീനോ ടൈപ്പ് എഴുതാം. ബിക്കോസ് ഐ ബിലീവ് ജനറ്റിക് മേക്കപ്പ് ഈസ് നോട്ട് ഓൺലി ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ ഇൻഡിവിജ്വാലിറ്റി. ഓക്കെ, ദിസ് ഓക്കെ. സോ ഇവിടെ കണ്ടോ നമ്മളിപ്പോൾ രണ്ട് വൊക്കാബുലറി പറഞ്ഞു, അതായത് ജനറ്റിക് മേക്കപ്പ് അല്ലെങ്കിൽ ജീനിയോ ടൈപ്പ്.
is not only the determination. ഇവിടെ പ്രീഡിറ്റർമൈൻഡ്, ഡിറ്റർമിനേഷൻ, പ്രീഡിറ്റർമൈൻഡ് ഒക്കെ ഒരു വേർഡ് ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഈസ് നോട്ട് ഓൺലി ദ ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ ഇൻഡിവിജ്വാലിറ്റി. അതായത് ക്യാരക്ടർ എന്ന് പറയുന്നതിന് പകരമായിട്ടാണ് പേഴ്സണൽ. ഓക്കെ, ക്യാരക്ടർ ട്രേറ്റ്സിന് പകരം ഹ്യൂമൻ ഇൻഡിവിജ്വാലിറ്റി. സോ വൺ ക്യാരക്ടർ ട്രേറ്റ്സ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഹ്യൂമൻ ഇൻഡിവിജ്വാലിറ്റി. സി വൊക്കാബുലറീസ്, സിനോണിംസ് ഒരു ലിസ്റ്റായിട്ട് മാറ്റുക. സോ ഇത് ബാൻഡ് 9ൻ്റെ ഒരു വൊക്കാബുലറീസ് ഇതാണ് കാണിക്കുന്നത്. ടുഗദർ വിത്ത് ഹെറിഡിറ്ററി. സോ ജസ്റ്റ് എലോങ് വിത്ത് എന്ന് തന്നെയാണ്. ഓക്കെ, ഇവിടെ ടുഗദർ വിത്ത് ഹെറിഡിറ്ററി ദർ ആർ അതർ ഷേപ്പേഴ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ഇൻക്ലൂഡിങ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. സോ ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ അതായത് എക്സ്പീരിയൻസ്. ഓക്കെ, അതായത് ജനറ്റിക്കിനെ കുറിച്ചല്ല, ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സർക്കംസ്റ്റൻസസ്, നമ്മളെങ്ങനെ വളരുന്നത്, അത് വെച്ചിട്ടാണ്. സോ ഇത് ഹെറിഡിറ്ററി മാത്രമല്ല, ടുഗദർ വിത്ത് ഹെറിഡിറ്ററി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഹെറിഡിറ്റി പഠിച്ചു അല്ലേ. ടുഗദർ വിത്ത് ഹെറിഡിറ്ററി അല്ല, ഹെറിഡിറ്റി. Together with heredity, there are other shapers of personality, other influencing factors. അല്ലെങ്കിൽ അതാണ് ഈ shapers. There are other shapers of personalities. Okay, personalities, shapers of personality, including അതായത് that is എന്നൊക്കെ പറഞ്ഞതിന് പകരം നമ്മളെങ്ങനെ including. Okay, including culture and education. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു വേർഡൊക്കെ കണ്ടു ഇവിടെയൊക്കെയാണ് നമ്മുടെ പോയിന്റ് പോകുന്നത്. ടു ബി സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെസിഫിക്കലി കോമ കൾച്ചറൽ വാല്യൂസ് അഫക്ട് ദ വേ പീപ്പിൾ ബിഹേവ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് വൈൽ എഡ്യൂക്കേഷൻ ആക്ട് ആസ് എ ഫൗണ്ടേഷൻ ഓൺ വിച്ച് പീപ്പിൾ ബിൽഡ് ആൻഡ് ഡെവലപ്പ് ദെയർ ഓൺ പേഴ്സണൽ ട്രേറ്റ്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര സെൻറ്റൻസ് ലെങ്തി ആണെന്ന് നോക്കിക്കേ. സോ ഇത് ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ നല്ല ലെങ്ത് വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്പെസിഫിക്കലി യൂസ് ചെയ്യുന്നുണ്ട്, വൈൽ യൂസ് ചെയ്യുന്നുണ്ട്, ഓൺ വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ സെൻറ്റൻസ് ആക്ച്വലി ലെങ്തി ആവുന്നത്. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 2 പോയിന്റാണ്, കൾച്ചറും എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക്കലി കൾച്ചറൽ വാല്യൂസ് അഫക്ട് ദ വേ പീപ്പിൾ ബിഹേവ്. സോ നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ദ വേ പീപ്പിൾ ബിഹേവ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ്. ഓക്കെ, സോ എന്താണ് ദ വേ പീപ്പിൾ, അതായത് നമ്മുടെ ബിഹേവിയർ എന്നുള്ളതിന് പകരം എന്താ എഴുതിയത്, ബിഹേവിയറിന് എഴുതാം ദ വേ പീപ്പിൾ ബിഹേവ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സർട്ടൻ സിറ്റുവേഷൻ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് വൈൽ എഡ്യൂക്കേഷൻ. അതേസമയം തന്നെ 2 പോയിന്റും കൂടെ കമ്പൈൻ ചെയ്യുകയാണ്. അപ്പം while education acts as a foundation, as a basic foundation on which people build and develop ചെയ്യുന്നു their own personal traits. ഓക്കെ, സോ ഇത് ഈ ഒരു ലെങ്ത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ കാരണമാണ്, സ്പെസിഫിക്കലി എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതിന് ശേഷം അണ്ടർ സർട്ടൻ വൈൽ ഓൺ വിച്ച് ഈ ഒരു ഇത്രയും വെച്ചിട്ട് സെൻറ്റൻസ് ലെങ്തി ആക്കുകയാണ് ചെയ്തത്. അതായത് കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി. ഞാൻ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ടു ഇല്ലുസ്ട്രേറ്റ് അല്ലെങ്കിൽ ദ പ്രൈം എക്സാമ്പിൾ, വൺ ഓഫ് ദ പ്രൈം എക്സാമ്പിൾസ്, അങ്ങനെയൊക്കെ രീതിയിൽ മാറ്റാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ മൈറ്റ് ബി, നമ്മളൊരു എക്സാക്റ്റ് ആണ് ഇങ്ങനെയാണ് എ പേഴ്സൺ ജനറ്റിക് പ്രീഡിസ്പോസ്, അതിന് പകരം ഇവിടെ കുറച്ച് ശ്രദ്ധിച്ചാൽ അറിയാം എ പേഴ്സൺ മൈറ്റ് ബി, മേ ബി എന്നൊക്കെ, പ്രോബബ്ലി എന്നൊക്കെയുള്ള യൂസേജ് കൂടുതലായിരിക്കും സെൻറ്റൻസിൽ. നമ്മളത് മിസ് ചെയ്യുന്നൊരു പോയിൻ്റാണ്. എ പേഴ്സൺ മൈറ്റ് ബി ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ്. അപ്പോൾ ജീൻ, ജനറ്റിക്, ജനറ്റിക്കലി, ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ടു. അപ്പം പ്രീഡിസ്പോസ്ഡ് അതാണ്. അപ്പം 3 വേർഡാണ്. ഓക്കെ, ഈ ഒരു എസ്സേന്ന് വരുന്നത് പ്രീഡിറ്റർമൈൻ, പ്രീഡിഫൈൻ, ഒരേ മീനിങ് ആണ്. പ്രീഡിഫൈൻ, ഓക്കെ, പ്രീഡിസ്പോസ്ഡ് ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണ്. ഓക്കെ, ഇവിടെ എവിടെയോ ഡിറ്റർമൈൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഓൺലി ഡിറ്റർമിനേഷൻ. സോ ഇതൊക്കെ സിമിലർ മീനിങ് ആണ്. ഓക്കെ,
എപ്പോഴും ഇങ്ങനത്തെ ഒരു വേർഡ് നമ്മൾ സെൽഫായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഫൈൻ. എ പേഴ്സൺ മൈറ്റ് ബി ജനറ്റിക്കലി ഓക്കെ. ഈ ഒരു ഇതൊക്കെ നമ്മുടെ ഗ്രാമർ മിസ്റ്റേക്സ് വരാനുള്ള ഏരിയ ആണ്. എ പേഴ്സൺ മൈറ്റ് ബി ജനറ്റിക്കലി പ്രീഡിസ്പോസ് ടു ബീയിങ് ഷൈ ആൻഡ് സിമ്പിൾ മൈൻഡഡ് ബട്ട് ലിവിങ് ഇൻ എ ഹൈലി ഇൻട്രാക്റ്റീവ് വെൽ എഡ്യൂക്കേറ്റഡ് കമ്പനി. സോ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ഹൈ ഇൻട്രാക്റ്റീവും അതുപോലെ തന്നെ വെൽ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി such as a cosmopolitan city might, ഞാൻ ഇവിടെ മൈറ്റിൻ്റെ യൂസേജ് പറഞ്ഞായിരുന്നു, might lead an individual to be more confident and intelligent. സോ അതിൻ്റെ ഒരു ഇത് പറയുന്നത് ഇൻ ജനറൽ cultural and education environments are the real key to personality change. സോ ഇൻ ജനറൽ അതായത് ഈ വൊക്കാബുലറി ശ്രദ്ധിക്കണം. ഇൻ ജനറൽ അതൊക്കെ ഒരു നമ്മുടെ എസ്സേസിലും അല്ലെങ്കിൽ പാസേജസിൽ കാണുന്ന ഒരു കോമൺ ആണ്. ഇൻ ജനറൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ എൻവിറോൺമെൻറ്റ്സ് ആർ ദ റിയൽ കീ. ഈ റിയൽ കീ എന്നൊക്കെ പറയുന്നത് എപ്പോഴും നല്ല എസ്സേസിൽ കാണാവുന്ന ഒരു ഇതാണ്. 70 ഒക്കെ റേഞ്ചിൽ കാണും. റിയൽ കീസ് ടു പേഴ്സണാലിറ്റി ചേഞ്ച്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ ചേഞ്ച് അവർ ക്യാരക്ടേഴ്സ് ട്രേറ്റ്സിന് അവിടെയാണ്. അത് തന്നെയാണ് പേഴ്സണാലിറ്റി ചേഞ്ച് ആക്കി മാറ്റിയത്. അതായത് ഒരു വേർഡ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ്, ഓൺ ദ അതർ ഹാൻഡ് ഓഫ് കോഴ്സ്, തീർച്ചയായും ഓഫ് കോഴ്സ് ഇൻ ജനറൽ പോലെ ഓഫ് കോഴ്സ് ദ റോൾ ഓഫ് ജീൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ എന്താ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് പകരം നമ്മളെങ്ങനെ മാറ്റി ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഈസ് അൺഡിനയബിൾ. ഈ ഒരു വേർഡ് എപ്പോഴും പഠിച്ചു വയ്ക്കണം. ഇത് ശരിക്കും ഇറ്റ് ഈസ് അൺഡിനയബിൾ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പാരാഫ്രൈസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഈ അൺഡിനയബിൾ യൂസ് ചെയ്യാൻ പറ്റും. ഓൺ ദ അതർ ഹാൻഡ് ഓഫ് കോഴ്സ് ദ റോൾ ഓഫ് ജീൻസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഈസ് അൺഡിനയബിൾ. മോസ്റ്റ് ജനറ്റിക് ട്രേറ്റ്സ് പീപ്പിൾ വോ ഇമോഷണൽ പാറ്റേൺസ്. ഈ ഒരു സെൻറ്റൻസ് എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും പോലും ഞാൻ കാണിച്ചു തരാം. മോസ്റ്റ് ജനറ്റിക് ട്രേറ്റ്സ് പീപ്പിൾ വോ ഇമോഷണൽ പാറ്റേൺസ് ദാറ്റ് ഈസ് നാച്ചുറൽ സ്റ്റേറ്റ്സ് വിച്ച് ഹാർഡ്ലി ചേഞ്ചസ് ത്രൂ. അതായത് നാച്ചുറൽ സ്റ്റേറ്റ്സ് ഒരിക്കലും അതായത് നമ്മുടെ ജനറ്റിക് ആയത് ഇത്രയും എടുത്താൽ മതി, കിട്ടുന്ന എടുക്കുക, അല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റാത്തത് വിട്ടേക്കുക. ജനറ്റിക് ട്രേറ്റ്സ് പീപ്പിൾ വേർ ഇമോഷണൽ പാറ്റേൺസ്. ജനറ്റിക്കലി ട്രേറ്റ്സ് പ്രകാരം ഇമോഷണൽ ഉണ്ട്. ദാറ്റ് ഈസ് നാച്ചുറൽ സ്റ്റേറ്റ്സ്. ജനറ്റിക് ട്രേറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ്സ് സിനോണിയമാണ്. വിച്ച് ഹാർഡ്ലി ചേഞ്ച്, ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല ത്രൂ വൺസ് ലൈഫ് ടൈം. ഓക്കെ, വൺസ് ലൈഫ് ടൈം അല്ലെങ്കിൽ ഇൻ പേഴ്സൺസ് ലൈഫ്. ഓക്കെ, ഇൻ ഇൻഡിവിജ്വൽസ് ലൈഫിന് പകരം വൺസ് ലൈഫ് ടൈം സെയിം അർത്ഥാണ്, സിനോണിയമിൽ വരും, ഒരു ഗ്രൂപ്പായിട്ട് എഴുതി വയ്ക്കുക. വൺസ് ലൈഫ് ടൈം. ടു ഇല്ലുസ്ട്രേറ്റ്, സം പീപ്പിൾ ആർ നാച്ചുറലി മോർ ഫിയർഫുൾ. സോ നാച്ചുറലി, യൂസേജ് ഓഫ് നാച്ചുറലി. ഓക്കെ, നൗ ഇനി ഞാൻ ഫിയറിൻ്റെ കുറച്ച് വേർഡ്സ് കാണാം. സം പീപ്പിൾ ആർ നാച്ചുറലി മോർ ഫിയർഫുൾ, ഒരു വേർഡ്, than others, and even when they reach adulthood they still have phobias and tend to avoid scary things such as horror movies. സോ ഇതൊക്കെ ഫിയറുമായിട്ട് റിലേറ്റഡ് ആണ്, പക്ഷെ വേറെ വൊക്കാബുലറീസ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടോ. ടു ഇല്ലുസ്ട്രേറ്റ്, സം പീപ്പിൾ ആർ നാച്ചുറലി മോർ ഫിയർഫുൾ ദാൻ അതേഴ്സ് ആൻഡ് ഈവൻ വെൻ ദേ റീച്ച് adulthood they still have phobias and tend to avoid scary things such as horror movie. However, as mentioned above, മുമ്പ് പറഞ്ഞ പ്രകാരം, however as mentioned above, genes are not only crucial factor. So key factor, prominent factor എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ്. So key factor അല്ലെങ്കിൽ നമുക്ക് എഴുതാം എന്താ, crucial factor
ഇൻ ഫോമിങ് എ പേഴ്സണാലിറ്റി, ഡെവലപ്പിംഗ്. സി നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചായിരുന്നു ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി അല്ലേ. സോ ഇവിടെ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഫോമിങ് എ പേഴ്സണാലിറ്റി സെയിം തന്നെയല്ലേ, ഫോമിങ് എ പേഴ്സണാലിറ്റി. ഓക്കെ, അതുപോലെ നമ്മൾ എപ്പോഴും കളക്ട് ചെയ്ത് വെക്കാം. So, however, as mentioned above, genes are not only crucial factor in forming a personality. Therefore, it is unlikely the usage that inherited personalities will remain fixed and stable throughout the one lives. So, ഇനി ഞാനിത് throughout one life, ഞാൻ നേരത്തെ പറഞ്ഞ കോട്ടയത്തിലേക്ക് ഈ ഒരു വൊക്കാബുലറി throughout the one's life അല്ലെങ്കിൽ one's lifetime സെയിം വൊക്കാബുലറി ആണ്. ഓക്കെ, ത്രൂ ഔട്ട്സ് വൺ ലൈഫ് അല്ലെങ്കിൽ വൺസ് ലൈഫ് ടൈം. നൗ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇൻ കൺക്ലൂഷൻ ഓൾദോ, ശരിയാണ്, ഓൾദോ ജനറ്റിക് മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന നേരത്തെ, അതിന് പകരം ഓൾദോ ജനറ്റിക് ജീനോടൈപ്പ് ഹാസ് എ ഇമ്മൻസ്, ധാരാളം ഇമ്മൻസ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് ദ of personalities. This is not a sound reason, ഇതൊരിക്കലും ഒരു സോളിഡ് റീസൺ അല്ല, to declare that our character traits, അതായത് ഒന്നും കൂടെ ആദ്യം സെൻറ്റൻസ് വായിച്ചിട്ട് പിന്നെ ഇത് പറയാം, മീനിങ്സ് ഡിസ്കസ് ചെയ്യാം. ഇൻ കൺക്ലൂഷൻ, although genetic makeup has an immense influence on the development of personality, this is not a sound reason to declare that our character traits will never change. Okay, has an immense influence on the development of this is not a sound reason, idoru sound reason alla to declare that our character traits will never change. So oru neutral opinion aanu. Okay, സോ ഇനി വീണ്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ നമ്മൾ ജസ്റ്റ് സിനോണിംസ് കളക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ടൈം ഇത് ലിമിറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. നെക്സ്റ്റ് ആ ഒരു ഐഡിയ തന്നെ വെച്ചിട്ടാണ് ഈ ഒരു എസ്സേസ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെയാണ് ക്വസ്റ്റ്യൻ വായിച്ചോ, പോസ് ചെയ്യുക, വായിക്കാം. റിസർച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് വി ആർ ബോൺ വിത്ത്. സോ ഇവിടെ നമ്മൾ എന്തായിരുന്നു നോക്കിയാൽ, ജീൻസ് ബിഫോർ വി ആർ ബോൺ അല്ലേ. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് വി ആർ ബോൺ വിത്ത് ഹാവ് മച്ച് മോർ ഇൻഫ്ലുവൻസ്, ആർ ഹെവിലി മോർ ഇൻഫ്ലുവൻസ്. എന്താ ഇവിടെ നമ്മൾ ഹെവിലി ഇൻഫ്ലുവൻസ് ഒരു സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ തന്നെയാണ്. മോർ ഇൻഫ്ലുവൻസ് ഓൺ യുവർ പേഴ്സണാലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് ദാറ്റ് എനി എക്സ്പീരിയൻസ് വി മേ ഹാവ് ഇൻ അവർ ലൈഫ്. ടുഡേ ഇത് വേറെ രീതിയിലാണ് ഇവിടെ എസ്സേസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ജനറ്റിക് സയൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Today, the way we consider human psychology and mental development is heavily influenced by the genetic sciences. Okay, ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഫൈൻ. ഇത് ജസ്റ്റ് വെബ് പേജ് ടു PDF ആക്കിയതാണ് ഞാൻ. സോ ആ സമയത്ത് ഇത് ഈ സ്പ്ലിറ്റ് ആയിപ്പോയി, ഓരോ സെൻറ്റൻസും സ്പ്ലിറ്റ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇതാണ് സിംഗിൾ പാരഗ്രാഫാണ്, കണ്ടിന്യൂസ് ലൈൻസ് ആണ്. ഓക്കെ, ടുഡേ ദ വേ വി കൺസിഡർ ഹ്യൂമൻ സൈക്കോളജി ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഈസ് ഹെവിലി. അപ്പോൾ ആ ഒരു ഹെവി ഇൻഫ്ലുവൻസിന് പകരം നമ്മൾ എന്ത് ചെയ്ത് ഹെവിലി ഇൻഫ്ലുവൻസ് എന്നും കൂടെ ആക്കി. ഇൻഫ്ലുവൻസ് ബൈ ദ ജനറ്റിക്, ഒറ്റ ജനറ്റിക് ഉള്ളൂ, അതുകൊണ്ടാണ് ദ വന്നത്. ബൈ ദ ജനറ്റിക് സയൻസസ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. വി നൗ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഹെറിറ്റഡ്. സോ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ പഠിച്ചതിലേക്ക് ഈ ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്ത് വെച്ചില്ല. ഓഫ് ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് മോർ ദാൻ എവർ ബിഫോർ. അതായത് ഇതും ഒരു ന്യൂട്രൽ ഒപ്പീനിയനാണ്. ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്താണ് ഏതാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് ജനറ്റിക് ആണോ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്,
അതോ മറ്റേ നമ്മുടെ എൻവിറോൺമെൻ്റ് ആണോ സർക്കംസ്റ്റൻസ് ആണോ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ ജനറ്റിക് സയൻസ് ഇത്രയും ഡെവലപ്പ് ആയിട്ട് പോലും. Yet we are still unable to decide whether an individual personality, whether an individual's personality and development are more influenced by genetic factors or by the environment. ജസ്റ്റ് ഒന്നും കൂടെ അതിൻ്റെ വൊക്കാബുലറീസ് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് പോവാം. സോ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നൊരു വേർഡാണ് ക്വസ്റ്റിനിൽ കിടക്കുന്നത്. പേഴ്സണാലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്, ആ ഡെവലപ്മെൻറ്റിന് മുമ്പ് ശ്രദ്ധിച്ചു ഒരു മെൻ്റൽ എന്ന് ചേർത്ത് മെൻ്റൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ആക്കാം. ഓക്കെ, വി കൺസിഡർ പേഴ്സണാലിറ്റി അവിടെ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സൈക്കോളജി എന്ന ഒരു പാരഫ്രൈസ് ചെയ്യാണ് ചെയ്തത്. Today, the way we consider human psychology and mental development is heavily, adjective ആണ്, heavily influenced by the genetic sciences. ഇപ്പോൾ നമുക്ക് understand, we now understand the importance of inherited characteristics. Okay, more than ever before. Yet, we are still unable to decide whether an individual's personality, individual's character and development are influenced by നമുക്കിപ്പോൾ സ്റ്റിൽ അൺഎബിൾ ടു ഡിസൈഡ്. ഓക്കെ, ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് ഓർ ബൈ ദ എൻവിറോൺമെൻറ്റ്. നെർച്ചർ ചെയ്യാൻ നമുക്ക് വളർത്തിയെടുക്കുന്നത്. ഓക്കെ, ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക വൊക്കാബുലറീസ്. ഇത് ക്വസ്റ്റ്യൻ റിസർച്ചുമായിട്ട് റിലേറ്റഡ്, അതുകൊണ്ട് റിസർച്ച് റിലേറ്റഡ് അല്ല, ഇപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. റിസർച്ച് റിലേറ്റിംഗ് ടു ഐഡൻറ്റിക്കൽ ട്വിൻസ് ഹാസ് ഹൈലൈറ്റഡ് ഹൗ സിഗ്നിഫിക്കൻറ്റ് ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി ഫോർ ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഇൻഡിവിജ്വൽസ് ലൈഫ് അല്ലേ, ഈച്ച് പേഴ്സൺസ് ലൈഫ്, ഇൻഡിവിജ്വൽസ് ലൈഫ് അല്ലെങ്കിൽ വൺസ് ലൈഫ് ടൈം അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ വൺസ് ലൈഫ്. ബി ഫോർ ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ് അല്ലെങ്കിൽ throughout one's life. But whether these characteristics are able to develop within the personality of an individual surely depends on whether the circumstances allow such a development. So, okay, ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ്. പിന്നെ റെഫർ ചെയ്യണമെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്താലും മതി. ഓക്കെ, ഫൈൻ. റിസർച്ച് റിലേറ്റിംഗ് ടു ഐഡൻറ്റിക്കൽ ട്വിൻസ് ഹാസ് ഹൈലൈറ്റഡ് ഹൗ സിഗ്നിഫിക്കൻറ്റ് ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി ഫോർ ഇൻഡിവിജ്വൽസ് ലൈഫ്. ബട്ട് വെദർ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഏബിൾ ടു ഡെവലപ്പ് വിത്തിൻ ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഷുവർലി ഡിപ്പെൻഡ്സ് ഓൺ വെദർ. അതെന്ന് വെച്ചാൽ ആ സെൻറ്റൻസിൻ്റെ ലെങ്ത് ഒന്ന് നോക്കിക്കുക നിങ്ങൾ. ബട്ട് വെദർ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഏബിൾ ടു ഡെവലപ്പ് വിത്തിൻ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി, ഫോമിങ് ദ പേഴ്സണാലിറ്റി, ഡെവലപ്പ് വിത്തിൻ ദ പേഴ്സണാലിറ്റി. വൊക്കാബുലറീസിൻ്റെ സിനോണിയംസ് ആണ്, ഫാമിലി ആയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കിക്കോ. But whether these characteristics are able to develop within personality of an individual surely depends on whether the circumstances allow such a development. അത് തീർച്ചയായും ഡിപ്പെൻഡ് ചെയ്തത് ആ ഒരു സർക്കംസ്റ്റൻസ് അലോ ചെയ്താൽ മാത്രമേ ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ. ഇറ്റ് സീംസ് ദാറ്റ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് ആണ് ഞാനിങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം. ഇറ്റ് സീംസ് ദാറ്റ് ദ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ എന്താണ് സർക്കംസ്റ്റൻസസ്, ഓക്കെ, ഒരേ വൊക്കാബുലറി, ദാറ്റ് ദ എക്സ്പീരിയൻസ് വി ഹാവ് ഇൻ അവർ ലൈഫ് ആർ സോ അൺപ്രഡിക്റ്റബിൾ ആൻഡ് സോ പവർഫുൾ. ദാറ്റ് ദേ ക്യാൻ ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓവർ റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൻഡർ ചെയ്യുക, വളർച്ച തടയുന്നതിനാണ് ഓവർ റൈഡ് എന്ന് പറയുന്നത്.
നോക്കിയാൽ മതി. ഓക്കെ, സോ ദാറ്റ് ദേ ക്യാൻ ബൂസ്റ്റ് ഓർ ഓവർ റൈഡ് അതർ ഇൻഫ്ലുവൻസസ് ആൻഡ് ദർ സീംസ് ടു ബി പ്ലെൻറ്റി ഓഫ് റിസർച്ച് ഫൈൻഡിങ് ടു കൺഫേം ദിസ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, എന്തോ ഒരു സെൻറ്റൻസ് ലെങ്തി, നമുക്ക് വായിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും ലെങ്തി ആക്കിയാണ് ആ ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യേണ്ടത്. ബട്ട് വെദർ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, പക്ഷേ കുറച്ച് എഴുതാൻ അറിയെങ്കിൽ നല്ലതാണ്. ബട്ട് വെദർ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഏബിൾ ടു ഡെവലപ്പ് വിത്തിൻ ദ പേഴ്സണാലിറ്റി. സോ ഒന്നും കൂടെ പറയാം, ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഫോമിങ് ദ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡെവലപ്പ് വിത്തിൻ ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഷുവർലി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദ സർക്കംസ്റ്റൻസ് allows such a development. It seems that experiences we have in our life are so unpredictable and so powerful that they can boost or override other influence. ഒന്നില്ലെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഓവർറൈഡ് ചെയ്യാൻ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഹിൻഡർ ചെയ്യാൻ പറ്റും. ആൻഡ് there seems to be plenty of research finding to confirm this. So in my opinion എന്ന് പകരം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? my own view. The opinion ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. My own view is that there is no major. So in my own view is that there is no one major influence in a person's life. അതായത് ഇവിടെ ഒരു സെക്കൻഡ്. സോ അതായത് ഇൻ മൈ ഒപ്പീനിയൻ എന്നുള്ളത് മൈ ഓൺ വ്യൂ എന്ന് എഴുതി. ഇവിടെ എന്താണ് മേജർ ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചു. അപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻഫ്ലുവൻസ്, ഒരു മേജർ ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ളതിന് പറയുന്നതാണ് നോ വൺ മേജർ ഇൻഫ്ലുവൻസ് ഇൻ എ പേഴ്സൺ ലൈഫ്. ഇൻസ്റ്റഡ് ദ ട്രേറ്റ്സ് വി ഇൻഹെറിറ്റ് ഫ്രം അവർ പാരൻസ് ആൻഡ് ദ സിറ്റുവേഷൻ. ഒന്ന് ജനറ്റിക്കിന് പകരം വേറെ യൂസ് ചെയ്തതാണ് the traits we inherit from our parents. വേറെ vocabulary ആണ്. ഓക്കെ ഫൈൻ. ആൻഡ് ദ സിറ്റുവേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ്, ഇതൊക്കെ സെയിം വൊക്കാബുലറിയിലേക്ക് വരും. സിറ്റുവേഷൻസ്, എക്സ്പീരിയൻസസ്, സർക്കംസ്റ്റാൻസസ് that we encounter in life are constantly interacting. അതായത് ഇന്ന് കോൺസ്റ്റൻ്റ്ലി ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം കണക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ്, അതായത് ഇൻട്രാക്ഷൻ നടക്കുന്നു. ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടായി. ഈ ഒരു എസ് ആയിരിക്കും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഇതിന്ന് വൊക്കാബുലറി ഫോക്കസ് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഇൻട്രാക്ടിങ് ഓഫ് ദ ടു ദാറ്റ് ഷേപ്സ് എ പേഴ്സൺസ് ഷേപ്സ്. ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന പഠിച്ചില്ലല്ലോ. ഷേപ്പേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. ഓക്കെ, സോ കണ്ടോ, ഏത് സെൻറ്റൻസ് ആണെങ്കിലും അതിൻ്റെ ഒരു യൂസ് ചെയ്യുന്ന വൊക്കാബുലറീസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷേ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് മാറ്റം വരുന്നത്. ഇറ്റ് ഈസ് ദ ഇൻട്രാക്ടിങ് ഓഫ് ദ ടു ദാറ്റ് ഷേപ്സ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ആൻഡ് ഡിക്റ്റേറ്റ്സ് ഹൗ ദാറ്റ് ദ പേഴ്സണാലിറ്റി ഡെവലപ്സ്. ഡിക്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓർഡർ, ഇങ്ങനെ ഒരു നമ്മൾ ഓർഡർ കൊടുക്കുക, അത് ചെയ്യാം. സോ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ എന്നുള്ള അർത്ഥം, ഇൻട്രാക്ഷൻ്റെ അവിടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ദ ടു ദാറ്റ് ഷേപ്സ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ആൻഡ് ഡിക്റ്റേറ്റ്സ് ഹൗ ദാറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്സ്, എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. ഇഫ് ദിസ് were not true, then we would be able to predict the behavior. ഇത് ശരിയല്ലായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ അതല്ല കേസ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോരുത്തരുടെ സർക്കംസ്റ്റൻസും സാഹചര്യം വെച്ചാണ് നമുക്ക് ഒരു ക്യാരക്ടർ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ജെനറ്റിക്സ് തീർച്ചയായിട്ടും ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഓവറോൾ മീനിങ് എന്ന് പറയുന്നത്. അതായത് ന്യൂട്രൽ ഒപ്പീനിയൻ ആണ് ഈ ഒരു സെൻറ്റൻസ്. ഇഫ് ദിസ് were not true, then we will be able to predict the behavior. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. We will be able to predict the behavior and character of a person from the moment they were born. ജനിച്ച ഉടനെ നമുക്ക് അവരുടെ ക്യാരക്ടർ ഡിസൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. In conclusion, I do not think that either nature, അതായത് I do not think, പ്രത്യേക ഒപ്പീനിയനിലില്ല, that either usage of either
നേച്ചർ ഓർ നർച്ചർ ഈസ് ദ മേജർ ഇൻഫ്ലുവൻസ് ഓൺ എ പേഴ്സൺ. രണ്ടിനും ഞാൻ പറയുന്നില്ല, ബട്ട് ദേ ബോത്ത് ഹാവ് പവർഫുൾ എഫക്ട്സ്. ഒരെണ്ണത്തിനല്ല, രണ്ടെണ്ണത്തിനും പവർഫുൾ എഫക്ട്സ് ഉണ്ട്. ഹൗ ദീസ് ഫാക്ടേഴ്സ് ഇൻട്രാക്ട്, അല്ലെങ്കിൽ ഇവിടെ ഒത്തിരി ഇൻട്രാക്ട് എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ദീസ് ഫാക്ടേഴ്സ് കോമ്പിനേഷൻ ഈസ് സ്റ്റിൽ അൺനോൺ ടുഡേ, അല്ലെങ്കിൽ ഹൗ ദീസ് ഫാക്ടേഴ്സ് ഇൻട്രാക്ട് ഈസ് സ്റ്റിൽ അൺനോൺ ടുഡേ ആൻഡ് ദേ റിമെയിൻ largely unpredictable in a person's life. Unpredictable, largely, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനിയുള്ള ഇതിൽ ലാർജ്ലി എന്നൊക്കെ ശ്രദ്ധിക്കുക. How these factors interact is still unknown today and they remain largely unpredictable in a person's life. സോ ഇത് കുറച്ചും വളരെ ഡിഫിക്കൽട്ടാണ്, പക്ഷേ നമുക്ക് എപ്പോഴും ഇതിൽ നിന്ന് കുറച്ച് വൊക്കാബുലറീസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ, താങ്ക് യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഇത് കാണിച്ചു തരാം. ഫോട്ടോ എടുക്കാം. ഓക്കെ, ഫൈൻ, താങ്ക് യു.